വർഗീസ് കണ്ടിട്ട് കുറേ നാളായില്ലോ. ഇവിടെ വരവൊന്നുമില്ലേ? കാണുമ്പോൾ ഇടയ്ക്കിടെ കാണുമ്പോൾ സന്തോഷം ചിരിക്കുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്. പക്ഷെ പൈസ കാണാണ്ടിട്ട് കുറേ നാളായില്ല. വീട്ടിൽ അന്വേഷിച്ചു, വരും വരുന്നു പറയണ്ടേ, വന്നിട്ടുമില്ല. അപ്പം എന്നാ വന്നത്? അതിനിപ്പോൾ വേണമെങ്കിൽ വരാം. കാരണം ഗ്യാസില്ല, ഒന്നുമില്ല. പണ്ട് വിറകൊക്കെയായിരുന്നു. ഇപ്പോൾ ഗ്യാസിൽ മൊത്തം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു രക്ഷയില്ല. കാരണം ഗ്യാസില്ലാത്തതുകൊണ്ട് എല്ലാം ഇതായി. കാരണം നമുക്ക് പണിയില്ല, ജോലിയില്ല, കൂലിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ വരെ ഗ്യാസില്ല വരെ വിറകിൻ്റെ പരിപാടി തുടങ്ങിയാലും മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഗ്യാസ് ഇല്ലെങ്കിൽ ഇപ്പം എന്താ ബുദ്ധിമുട്ട്? വല്ല വിറക് വെച്ച് അരി വെക്കണം. ഇപ്പം എല്ലാവരും ഗ്യാസ് ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് വൈകി പോകാൻ ഗ്യാസായി. കാരണം ഒന്നും വയറ്റ് കഴിക്കാൻ ചെല്ലണില്ലേ. അപ്പോൾ ഗ്യാസ് വന്നു. എന്തിനാ ഒരു ബുദ്ധിമുട്ട്? വളിപ്പിൽ ചിരട്ടയുണ്ട്, വിറകുണ്ട്, പട്ടയുണ്ട്, എന്തെല്ലാം സാധനങ്ങളാണ്. പക്ഷെ അതൊന്നും മെനക്കെടാൻ തയ്യാറില്ല. ഓടിച്ചെല്ലാം ഓൺ ചെയ്യുക, ഉണ്ടാക്കി കഴിക്കുക. പറയാൻ എളുപ്പമാണ്. ഇഷ്ടംപോലെ അടുപ്പുകളുണ്ട്. പുകയില്ലാത്ത അടുപ്പുണ്ട്, പുകയുള്ള അടുപ്പുണ്ട്, പല അടുപ്പുണ്ട്. പട്ടിയും ചകിരി വെച്ചൊക്കെ അരി കൂട്ടാൻ വയ്ക്കാൻ ഒരു വിഷമം ഇല്ലടോ. ഗ്യാസിൽ ഭക്ഷണം കഴിച്ച് ഇപ്പോൾ രുചിയൊന്നും ഇല്ലാതായി. പണ്ടത്തെ വിറകിൽ കഴിക്കുന്ന ഭക്ഷണം അന്നത്തെ രുചി. ഇതിൻ്റെ സ്വാദൊന്നും വേറെയാണ്. നമ്മൾ അടുപ്പിൽ കൂട്ടി തീ അരി വെക്കുന്ന ചോറിന് സ്വാദും ഗ്യാസിലെ ചോറിനും ഒരു പ്രത്യേകത. രുചി കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വിറകിൽ കത്തിക്കണം. അത് രുചി കൂട്ടാനായാലും ചോറായാലും എന്ത് കറിയായാലും അതിൻ്റെ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ വല്ല സ്വാദുണ്ടോ? എല്ലാം ഒന്ന് തന്നെ. എന്ത് കഴിച്ചാലും വയറ് വീർക്കണമെന്നല്ലാണ്ട് ടേസ്റ്റ് അറിയേണ്ട ആവശ്യമില്ല. കാലം മാറി, അതുപോലെ തന്നെ കോലവും മാറി. എന്നാലേക്കും ഇപ്പോൾ അന്തവും ഇല്ല കുന്തവും ഇല്ല, ആ രീതിയിൽ ഇപ്പോൾ നടക്കുന്നത്. അത് ഞാൻ പറയുന്നത് എല്ലാം പഴയ മാതിരി വരും. ഒരു കാരണവശാലും മാറ്റമൊന്നും വരില്ല. അത് പണ്ടത്തെ കാലത്ത് കാണുമാർ പറഞ്ഞെല്ലാം ഒരു അനുഭവത്തിൽ വരും. വരണം. വന്നിനി എന്താ കാര്യം? കലങ്ങി. ഓ എന്ത് ചൂട്! ഇനിയല്ലേ ചൂട് വരാൻ പോണേ? ഇതൊരു ചൂടല്ല. എന്ത് ചൂട്? തെരഞ്ഞെടുപ്പ് ചൂട്. അറിഞ്ഞില്ലേ? ഇനിയാണ് യുദ്ധം. ഇനി എന്ത് യുദ്ധം വരാനുള്ളേ? ഗ്യാസിന് വേണ്ടിയുള്ള യുദ്ധം. എത്രയായാലും യുദ്ധം ഒരു പരിഹാരമല്ല.